നമുക്കിന്ന് കക്ക ഇറച്ചി ഫ്രൈ ഒന്ന് ചെയ്ത് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് പല ടൈപ്പിലുള്ള കക്ക ഇറച്ചി കിട്ടും, വലിയ സൈസിലുള്ളത് കിട്ടും, അതിൻ്റെ ചെറുത് കിട്ടും, ഏറ്റവും പൊടിയായിട്ടുള്ളതും കിട്ടും. അപ്പം നമുക്കൊരു മീഡിയം സൈസാണ് കിട്ടിയിട്ടുള്ളത്. അത് ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി, ഒത്തിരി പ്രാവശ്യം കഴുകി എല്ലാം മണ്ണും കരടും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ച് കൊടുക്കാം. കൂടുതലും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഇനി ഓൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റിന് നല്ലതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതുപോലെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കുക. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇഞ്ചിയേക്കാൾ എടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അതും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ഇഞ്ചിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുത്തിട്ട് ഒരു 2 സെക്കൻഡ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട. അപ്പം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, സാദാ എരിവുള്ള മുളക് പൊടി, പെരുംജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികളെല്ലാം ഓരോ സ്പൂൺ വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഗരം മസാല പൊടി 1/2 സ്പൂണും മഞ്ഞൾപ്പൊടി 1/4 സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓരോ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം മുന്നേ നമ്മൾ കക്ക ഇറച്ചി നല്ല വൃത്തിയായിട്ട് അഴുക്കെല്ലാം കളഞ്ഞ് ഒത്തിരി വട്ടം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. മണ്ണൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി ഇതാ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റിയതിന് ശേഷം ഇതുപോലെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കക്ക ഇറച്ചിയും മസാലയും തമ്മിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് നന്നായിട്ടൊക്കെ ഫ്രൈ ആയിട്ട് വരും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സമയം നമുക്കിതിന് വേണ്ടി വരും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. എണ്ണ ആവശ്യമായിട്ട് വന്നാൽ ഇടയ്ക്ക് കുറച്ച് 1 സ്പൂൺ വീതം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഒത്തിരി അങ്ങ് ഫ്രൈ ആകണമെന്നുള്ളവർ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് സമയം അധികം ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ 2-3 മിനിറ്റിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളറും സവാളയും മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവെന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അല്ല നല്ല ഹാർഡായിട്ട് നല്ല ഫ്രൈ ആയിട്ട് ബ്രൗൺ കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധിക സമയം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ കുറച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ സവാളയും എല്ലാം നല്ല ടേസ്റ്റായിട്ട് ആ ഒരു ഇതിൽ കിട്ടും. കുറച്ചും കൂടെ ഡ്രൈ ആകുന്നതനുസരിച്ചിട്ട് നമ്മുടെ മസാലകളും സവാളയും കക്ക ഇറച്ചിയും എല്ലാം നല്ല ഫ്രൈ ആയി ടേസ്റ്റൊക്കെ ഒത്തിരി അങ്ങ് മാറും. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അതനുസരിച്ചിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കക്ക ഇറച്ചി ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.